കാറ്റില് വെൺകൈയും സാടി ഉലഞ്ഞൊരു രാത്രി. അതിന്റെ ശബ്ദത്തെ വകവയ്ക്കാതെ തന്റെ ബാൽക്കണിയിലൂടെ ഇടം വലം നടക്കുന്ന വയസ്സായ ഒരു അങ്കിൾ. തൊട്ടു മുൻപുള്ള ഫ്ളാറ്റിലെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ആകെ ഫ്രസ്ട്രേറ്റഡായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് ചാടാൻ ശ്രമിക്കുന്നു. കഴിയാതെ വരുമ്പോൾ ദേഷ്യത്തോടുകൂടി തിരിച്ച് വീടിനകത്തേക്ക് കയറിപ്പോയി. ഇത് കണ്ട് അസ്വസ്ഥനായി പേടിച്ച് അങ്കിൾ ആ ഫ്ളാറ്റിലേക്ക് ഓടിക്കയറുന്നു. ആദ്യം അങ്കിളിനെ കണ്ട് കതവ് തുറക്കാൻ ആ പയ്യൻ മടിച്ചെങ്കിലും അങ്കിൾ ഒരു തരത്തിൽ തള്ളി അകത്ത് കയറി. പലതും പറഞ്ഞവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവനൊന്നും മിണ്ടിയില്ല. "നീ മരിച്ചാൽ നിന്റെ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് നീ ആലോചിച്ചോ?" എന്നയാൾ ചോദിച്ചു. അതിനും അവന് മറുപടിയില്ലായിരുന്നു. അങ്കിൾ അവന് വേണ്ടി ഒരു ബ്ലാക്ക് കോഫി ഇടാനായി പോകുന്നു. ആ സമയത്താണ് നമ്മളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത്. ശരിക്കും ഇവിടെ പേഷ്യൻ്റ് ആ അങ്കിളാണ്. അയാൾ പണ്ടൊരു പ്രൊഫസറായിരുന്നു, ഈ സൈക്കാട്രിസ്റ്റിൻ്റെയും പ്രൊഫസർ. മാസങ്ങളായി അയാൾ ഒരു സൈലന്റ് മൂഡിലാണ്. മകൻ ആത്മഹത്യ ചെയ്ത ശേഷം അദ്ദേഹം ആരോട് സംസാരിച്ചിട്ടില്ല. അങ്കിളിനെ ഒന്ന് സംസാരിപ്പിച്ചെടുക്കാൻ വേണ്ടി സൈക്കാട്രിസ്റ്റ് ഹയർ ചെയ്ത ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ മാത്രമാണ് ഈ ചെറുപ്പക്കാരൻ പയ്യൻ. മനഃപൂർവ്വമാണ് അയാളുടെ ഫ്ലാറ്റിന് മുന്നിലത്തെ മുറിയിൽ തന്നെ ഈ പയ്യന് മുറിയെടുത്തു കൊടുത്തതും. സൈക്കാട്രിസ്റ്റിന് റിപ്ലൈ ചെയ്ത ശേഷം ആ ചെറുപ്പക്കാരൻ പയ്യൻ അങ്കിളിനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അങ്കിളിൻ്റെ നോട്ടത്തിൽ അങ്കിൾ അവനെ രക്ഷിച്ചതാണ്. പക്ഷേ അവിടെ രക്ഷപ്പെട്ടത് അങ്കിൾ തന്നെയാണ്.